നമസ്കാരം, ഗ്രീൻ റൂമിലേക്ക് സ്വാഗതം. എന്താണ് ഗ്രീൻ റൂം? സിനിമാ മേഖലയിലും മറ്റ് കലാരംഗത്തും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള വിഷയങ്ങളും വിശേഷങ്ങളും കോർത്തിണക്കിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഗ്രീൻ റൂം. ആവേശം സിനിമാ മോഡലിൽ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി കുളിച്ച് യാത്ര ചെയ്തതിന് കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് യൂട്യൂബർ സഞ്ജു ടെക്കി വീണ്ടും എത്തിയിരിക്കുകയാണ്. കേസെടുത്തതിന് ശേഷം തന്റെ യൂട്യൂബ് ചാനലിന് ലോകം മുഴുവൻ റീച്ച് കൂടിയെന്നും 10 ലക്ഷം രൂപ ചെലവിട്ടാൽ പോലും കിട്ടാത്ത പ്രശസ്തി എല്ലാവരും ചേർന്ന് നേടിക്കൊടുത്തുവെന്നുമാണ് സഞ്ജു ടെക്കി പറഞ്ഞത്. എന്തായാലും ഈ സംഭവം കൂടി ആയപ്പോൾ സഞ്ജു ടെക്കിക്ക് അടുത്ത പണി കൂടി കിട്ടിയിരിക്കുകയാണ്. സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. MVDക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. MVDയും മാധ്യമങ്ങളെയും പരിഹസിച്ചുകൊണ്ട് വീഡിയോ ചെയ്തതിനാണ് സഞ്ജു ടെക്കിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുന്നത്. യൂട്യൂബിൽ 4 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സഞ്ജു ടെക്കി 2 ആഴ്ച മുൻപാണ് സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത്. കാറിന് നടുവിലെ 2 സീറ്റുകൾ മാറ്റിയാണ് പകരം പ്ലാസ്റ്റിക് ടാർപോളിൻ കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയത്. തുടർന്ന് 3 സുഹൃത്തുക്കൾക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. യാത്രക്കിടെ ടാർപോളിൻ ചോർച്ചയുണ്ടായി വെള്ളം കാറിനുള്ളിൽ പടർന്നു. എഞ്ചിനിലടക്കം വെള്ളം കയറി. സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇതോടെ ഇവർ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കിവിട്ടു. യൂട്യൂബിലെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം കാർ കസ്റ്റഡിയിലെടുത്തത്. തെലുങ്ക് സിനിമാ ലോകത്ത് ഏറെ ആരാധകരുള്ള സുപ്രധാനമാണല്ലോ ബാലകൃഷ്ണ. ഇപ്പോൾ ബാലകൃഷ്ണയുടെ ഒരു വീഡിയോ ആണ് പ്രേക്ഷകർക്കിടയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെ ചിത്രത്തിലെ നായികയായ അഞ്ജലിയെ തെലുങ്ക് താരമായ ബാലകൃഷ്ണ വേദിയിൽ വെച്ച് തള്ളി മാറ്റിയിരുന്നു. അതോടെ സംഭവം വിവാദമായി. അഞ്ജലിയോടുള്ള ബാലകൃഷ്ണയുടെ ഈ പെരുമാറ്റത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ടായത്. പലരും ബാലകൃഷ്ണയെ വിമർശിച്ചുകൊണ്ടൊക്കെ കുറേ കമന്റുകളും ഒക്കെ ഇട്ടിരുന്നു. അഞ്ജലിയെ സപ്പോർട്ട് ചെയ്തുള്ള കമന്റുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഈ കമന്റൊക്കെ ഇട്ടവർ അത് വേണ്ടിയിരുന്നില്ല എന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ അഞ്ജലി ഇതിൽ പ്രതികരിച്ചുകൊണ്ട് Xൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തന്നോടുള്ള പെരുമാറ്റത്തിൽ ബാലകൃഷ്ണയ്ക്കെതിരെ പല കോണുകളിൽ നിന്ന് പ്രതിഷേധമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടാണ് അഞ്ജലി പോസ്റ്റ് ഇട്ടത്. ഗാങ്സ് ഓഫ് ഗോദാവരി പ്രീ റിലീസ് ഇവന്റിൽ പങ്കെടുത്തതിന് ബാലകൃഷ്ണയോട് നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അഞ്ജലി എഴുതിയത്. താനും ബാലകൃഷ്ണയും പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കൂടാതെ വളരെ കാലമായി നല്ല സൗഹൃദം പങ്കിടുന്നുവെന്ന് പറയാനും താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം വീണ്ടും വേദി പങ്കിടാൻ സാധിച്ചതിലെ സന്തോഷം അറിയിച്ചുകൊണ്ടാണ് അഞ്ജലി കുറിപ്പ് അവസാനിപ്പിച്ചത്. ചടങ്ങിൽ നിന്നുള്ള ഒരു വീഡിയോയും അവർ പങ്കുവച്ചിട്ടുണ്ട്. ബാലകൃഷ്ണയെക്കുറിച്ചുള്ള അഞ്ജലിയുടെ വാക്കുകൾ പലരിലും അത്ഭുതമാണ് ഉണ്ടാക്കിയത്. വേദിയിൽ അണിയറ പ്രവർത്തകർക്കൊപ്പം ഫോട്ടോ എടുക്കുമ്പോഴായിരുന്നു സംഭവം നടന്നത്. വളരെ ദേഷ്യത്തോടെ മാറി നിൽക്കുന്ന ആവശ്യപ്പെട്ടാണ് നടി അഞ്ജലിയെ നമ്മുടെ സൂപ്പർ താരം തള്ളി മാറ്റിയത്. പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ട് അഞ്ജലിയും കൂടെ നിന്നിരുന്ന നേഹ ഷെട്ടിയും ഞെട്ടുന്നതും 2 നടിമാരും ഒരുമിച്ച് പൊട്ടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാനാകും. ഈ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് സംഭവത്തെക്കുറിച്ച് വളരെ മോശമായി പ്രതികരിച്ചത്. അഞ്ജലിയോടുള്ള ബാലകൃഷ്ണയുടെ പെരുമാറ്റത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളോടുള്ള അനാദരവ് കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് പലരും ഒരേ സ്വരത്തിൽ പറയുന്നത്. വേദിയിൽ ഉണ്ടായിരുന്ന നായകൻ വിശ്വക്സൻ ഉൾപ്പെടെ ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചില്ലെന്നും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. വിജയ് സേതുപതിയുടെ 50ാം ചിത്രം. തെന്നിന്റെ ഒട്ടാകെ ആരാധകരുണ്ട് മക്കൾ സെൽവൻ വിജയ് സേതുപതിക്ക്. നിതിൻ സ്വാമിനാഥനൊപ്പമാണ് വിജയ് സേതുപതിയുടെ 50ാം ചിത്രം ഒരുങ്ങുന്നത്. മഹാരാജ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ക്രൈം ആക്ഷൻ ത്രില്ലർ മോഡിലാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക എന്നാണ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ നൽകുന്ന സൂചന. ഒരു ബാർബർ ഷോപ്പ് ഉടമയായിട്ടാണ് വിജയ് സേതുപതി ചിത്രത്തിലെത്തുന്നത്. അനുരാഗ് കശ്യപ്, മമത മോഹൻദാസ്, അഭിരാമി, മണികണ്ഠൻ, ഭാരതി രാജ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ട്. അജനീഷ് ലോക്നാഥ് ആണ് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത്. നിതിൻ സ്വാമിനാഥൻ തന്നെയാണ് തിരക്കഥ ഒരുക്കിയത്.
ദിനേശ് പുരുഷോത്തമനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം നസ്രിയ വീണ്ടും നായികയായി മലയാളത്തിലേക്ക്. ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലൂടെയാണ് നസ്രിയയുടെ തിരിച്ചുവരവ്. MC ജിതിനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സിദ്ധാർത്ഥ് ഭരതനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ബേസിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. തൂങ്കാവനം എന്ന ചിത്രത്തിന് ശേഷം തൃഷയും കമൽ ഹാസനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തഗ് ലൈഫ്. മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫിന്റെ ചിത്രീകരണ തിരക്കുകളിലാണ് തൃഷ ഇപ്പോൾ. ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന ഓരോ അപ്ഡേറ്റുകളും ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കമൽ ഹാസനും സിംബുവും ഒന്നിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണ് ഇത്. ഇപ്പോഴിതാ കമൽ ഹാസനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് തൃഷ. ഇവർക്കൊപ്പം കോസ്റ്റ്യൂം ഡിസൈനറായ അമൃത റാമു ഉണ്ട്. തനിക്ക് എപ്പോഴും പ്രചോദനമാകുന്ന പിന്തുണ നൽകുന്നവർക്കൊപ്പം എന്നാണ് ചിത്രം പങ്കുവെച്ച് തൃഷ കുറിച്ചിരിക്കുന്നത്. 2015 പുറത്തിറങ്ങിയ തൂങ്കാവനം എന്ന ചിത്രത്തിന് ശേഷം തൃഷയും കമൽ ഹാസനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തഗ് ലൈഫ്. നായകൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ പിറന്ന് 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഉലക നായകനും മണിരത്നവും ഒന്നിക്കുന്നത്. സന്യ മൽഹോത്ര, അശോക് സെൽവൻ, ഐശ്വര്യലക്ഷ്മി, അഭിരാമി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. രാജ് കമൽ ഇന്റർനാഷണലും മദ്രാസ് ടാക്കീസും റെഡ് ജൈന്റ് മൂവീസും ചേർന്നാണ് തഗ് ലൈഫ് നിർമ്മിക്കുന്നത്. ചിത്രം അടുത്ത വർഷം പ്രേക്ഷകരിലേക്ക് എത്തും. അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ. ഗായികമാരായ അഭയ ഹിരൺമയി, അമൃത സുരേഷ് എന്നിവരുമായി താരത്തിനുണ്ടായ ബന്ധമാണ് വിവാദങ്ങൾക്കെല്ലാം കാരണമായത്. അഭയുമായി പിരിഞ്ഞ ഉടനെ അമൃതയുമായി ബന്ധത്തിലായ ഗോപി അതും വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചു. ഇപ്പോഴിതാ ഗോപി സുന്ദറിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം 47ാം ജന്മദിനം ആഘോഷിച്ചിരിക്കുകയാണ് താരം. സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം താരത്തിന് ആശംസകളുമായി വന്നിരുന്നു. എന്നാൽ വീണ്ടും വിമർശനങ്ങൾ നേടിക്കൊടുക്കുന്ന പോസ്റ്റുമായിട്ടാണ് ഗോപി സുന്ദർ എത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ പേജിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ആളാണ് ഗോപി സുന്ദർ. അത്തരത്തിൽ യുവ ഗായികമാരുടെ കൂടെയുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതും പതിവാണ്. ഇത്തവണത്തെ തന്റെ പിറന്നാളിനെ പറ്റി പറഞ്ഞാണ് ഗോപി സുന്ദർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തന്റെ ജീവിതത്തിലെ എക്കാലത്തെ മികച്ച ജന്മദിനം ഇത്തവണയായിരുന്നു എന്ന് പറഞ്ഞൊരു ചിത്രമാണ് താരം ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുവ ഗായികയായ പ്രിയ നായർക്കൊപ്പമുള്ള ചിത്രത്തിനൊപ്പമാണ് ഇങ്ങനെയൊരു കുറിപ്പ് കൂടി താരം പങ്കുവച്ചത്. ഇതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. കഴിഞ്ഞ കുറെ നാളുകളായി ഗോപിയുടെ കൂടെ പ്രിയയുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ സ്ഥിരമായി വരാറുണ്ട്. അതിന്റെ പേരിൽ താരം വിമർശനങ്ങൾ കേൾക്കാറുമുണ്ട്. അമൃതയ്ക്ക് ശേഷം പ്രിയയുടെ കൂടെ ആണെന്നാണ് പൊതുവെയുള്ള ആരോപണം. ഗോപി സുന്ദറിന് ഗിഫ്റ്റ് ഹാമ്പറുമായിട്ടാണ് മുൻ മിസസ് കേരള ഫൈനലിസ്റ്റും മോഡലുമായ താര നായർ ആശംസകൾ അറിയിച്ചത്. നിങ്ങളൊരു വജ്രം പോലെ ആണെന്നും കൂടെയുള്ളതിന് നന്ദി എന്നും പറഞ്ഞാണ് ഗോപിയുടെ ചിത്രങ്ങളുടെ ഫ്രെയിം താര സമ്മാനമായി കൊടുത്തത്. നടിയും മോഡലുമായ അഞ്ജന മോഹനും ഗോപി സുന്ദറിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ആശംസകൾ അറിയിച്ചത്. ഇവരെ കൂടാതെ ഗായകരായ പുണ്യ പ്രദീപ്, ആവണി മൽഹാർ തുടങ്ങിയവരും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഗ്രീൻ റൂം വിശേഷങ്ങൾ അവസാനിക്കുന്നു. ഇനി പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.